അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നിന്റെ കാലഘട്ടത്തിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകളും കടമകളും നിറവേറ്റാതെ പോകുന്ന സമൂഹത്തിലേക്ക് ഒരു സന്ദേശം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് കുഞ്ഞിപ്പ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് ആയിഷ. നിങ്ങൾ എവിടെ നിന്ന് വരിക? എത്ര ദിവസത്തിനാവുന്നത് അങ്ങോട്ട്? ഞാൻ മലപ്പുറത്ത് നിന്ന് ഒരാഴ്ചത്തേക്ക് വന്നത്. മക്കളൊന്നുമില്ലേ? അവൻ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുക. നല്ല ശമ്പളമാ അവനക്ക്. ഭാര്യയും അവിടെ തന്നെ. അവർക്കും നല്ല ജോലിയാ. അല്ല, ഞാൻ അവനക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. മറന്നു. ജോലി കഴിഞ്ഞു ആവോ? ഹലോ. അസ്സലാമു അലൈക്കും മോനെ. വാലേക്കും സലാം. ഞാൻ മീറ്റിങ്ങിലാണ്, പിന്നെ വിളിക്കാം. ഞാൻ സുഖമായി എത്തി മോനെ. നീ വല്ലതും കഴിച്ചോ? ഞാൻ ബിസിയാണ്. എന്തു പറ്റി? മകൻ കട്ട് ചെയ്താ? അവൻ തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ് വിളിക്കും. മക്കള് പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടിയാൽ അവർ മാതാപിതാക്കളെ മറക്കും. തിരക്കിനിടെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. നമ്മൾ അവർക്കൊരു ബാധ്യതയായി മാറും. ഇല്ല, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവനക്ക് എന്നോട് വളരെ സ്നേഹമാണ്. മക്കൾക്ക് ജോലിയാവുമ്പോഴും അവർ നമ്മളെ തേടി വരും. അവർക്ക് ഭക്ഷണത്തിനും പൈസക്കും നമ്മൾ ആവശ്യമുണ്ട്. ജോലി കിട്ടിയ ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായി തീരും. ഈ വീടാകുമ്പോ സമാധാന. നമുക്ക് സമയമുണ്ട്, നേരത്തിന് ഭക്ഷണമുണ്ട്, നമുക്ക് എല്ലാവരോട് കൂടുതൽ അടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല എൻ്റെ മകൻ. അവനക്ക് ഞാനൊരു അധികപ്പറ്റല്ല. അടുത്ത ദിവസം. താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. ആയിഷ, മകൻ ഫോൺ എടുക്കണില്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ. വലൈക്കും സലാം. മോനെ, ഉമ്മ ഇവിടെ വന്നിട്ട് 15 ദിവസം കഴിഞ്ഞു. അമ്മ, ഞാൻ കുറച്ചേരം വിളിക്കും. ചെറിയ ട്രിപ്പിലാണ്. കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പറ. കട്ട് ചെയ്തേക്ക്. അടുത്ത ദിവസം. താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. ആയിഷ, ആയിഷ, ആയിഷ.
അറ്റാക്കാണ്. എന്താ പ്രഷർ കൂടുതലാണല്ലോ? എന്തെങ്കിലും ടെൻഷൻ അതുപോലെ മറ്റോ വല്ലതും ഉണ്ടായിരുന്നോ? മകൻക്ക് വിളിച്ചിട്ട് മകൻ എടുക്കുന്നില്ല. എൻ്റെ മകൻക്ക് നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമോ? എൻ്റെ ബെഡിൻ്റെ അടിയിൽ പേഴ്സിൽ എൻ്റെ പൊന്നുമോൻ്റെ ഫോട്ടോ ഉണ്ട്, ഒന്ന് എടുത്തു തരുമോ? താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. ഇത്തരത്തിലുള്ള സമൂഹത്തിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള താക്കീത് ശ്രദ്ധിക്കൂ. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക.